ഒരു കുടുംബത്തിലെ ഇളയ പെൺകുട്ടി അവള് ജീവൻ ഒടുക്കുകയാണ്. എന്നാല് അവളുടെ അച്ഛൻ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്റെ മകള് ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് സാധാരണ മരണമാണെന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ മരണച്ചടങ്ങിന്റെ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ശരീരം ആ വീട്ടിൽ നിന്ന് ഒരടി അനക്കാൻ പറ്റുന്നില്ല. ആ വീട്ടിൽ തടിച്ചുകൂടിയ എല്ലാ ആളുകളും അതുപോലെ ഈ കഥ കാണുന്ന നമ്മളും ഓരോ സെക്കൻഡും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ത്രില്ലടിച്ചിരിക്കാൻ പോവാണ്. ഇതുപോലെ വ്യത്യസ്തമായ ട്വിസ്റ്റ് കൊണ്ട് നിറച്ച ഒരു ത്രില്ലിംഗ് സ്റ്റോറി നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതുതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള യമകാതകി എന്ന വേറെ ലെവല് സസ്പെൻസ് ത്രില്ലർ കഥയാണ്. അപ്പോൾ ഇതിലും അടിപൊളി കഥകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്തുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു കഥയിലേക്ക് കടന്നാലോ. ഈ കഥയുടെ ആരംഭത്തില് അതിസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ ജനങ്ങള് മെയിനായിട്ട് കൃഷിയിലും അതുപോലെ ഗ്രാമത്തിലെ ഉത്സവത്തിലും വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ആ ഗ്രാമത്തിലെ ഒരു അമ്പലത്തില് ഒരു ചടങ്ങ് നടക്കുകയാണ്. അതായത് ആ ഒരു അമ്പലം നോക്കി നടത്താനുള്ള കാര്യസ്ഥനായിട്ട് പശുപതി എന്ന ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോ ഗ്രാമത്തലവനാണ് അങ്ങേർക്ക് ചടങ്ങ് നടത്തിയിട്ട് ആ ഒരു തട്ട് കൈമാറിയിട്ട് ഈ വർഷത്തെ ഉത്സവം നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ പശുപതി ആണെങ്കിൽ അല്ല, നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനായിട്ട് ആരോടോ പറയുന്ന പോലെ സംസാരിച്ചാലോ, ഞാനും ഈ ഗ്രാമത്തിലെ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ലേ, നിങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ടാണ് എന്നെ ഗ്രാമത്തിലെ തലവനാക്കിയത്. അങ്ങനെ അവിടെ കൂടി എല്ലാ ആളുകളോടും വരുന്ന തിങ്കളാഴ്ച തന്നെ ഉത്സവം ആരംഭിക്കുന്ന കൊടി ഉയർത്താനായിട്ട് പറയാണ്. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരാള് വല്ലാതെ ദേഷ്യത്തിൽ പോകുന്നത്. അതായത് ഇങ്ങരുടെ പേര് രത്നം എന്നാണ്. ഉത്സവം നടത്താനും അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനും പശുപതിയെ ഗ്രാമത്തലവൻ തെരഞ്ഞെടുത്തില്ലേ, എന്നാൽ രത്നം കരുതിയിരുന്നത് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ ആ ഒരു നിരാശയിലാണ് ദേഷ്യത്തില് അവിടെ പോയത്. അങ്ങനെ തിരിച്ചു പോകുമ്പോ നമ്മുടെ ഗ്രാമത്തലവന്റെ മൂത്ത മകനിലെ ആ അമ്പലം ഒരുക്കുന്ന ഒരാളോട് പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇപ്രാവശ്യം പണി ലേറ്റ് ആയി കഴിഞ്ഞാലേ ഞങ്ങളുടെ സ്വഭാവം മാറും, അപ്പൊ വേഗം തന്നെ തുടങ്ങിക്കോ. അതേ സമയത്ത് ഗ്രാമത്തലവന്റെ വീടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ തലവന്റെ മകള് ലീലയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. അപ്പോൾ ലീലയുടെ അമ്മയും മൂത്ത മരുമകളും ലീലയും എല്ലാവരും അമ്മയുടെ അനിയന്റെ വീട്ടിലെ ഒരു ചടങ്ങിന് പോകാനുള്ള ഒരുക്കത്തില്ല. എന്നാല് കുറെ നേരം അമ്മ പറഞ്ഞിട്ടും ലീല ഇതുവരെയായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പൊ അമ്മ ദേഷ്യത്തില്, എന്റെ കുടുംബത്തിലെ ചടങ്ങായതുകൊണ്ടിരിക്കൂലേ നീ ഇങ്ങനെ കളിക്കുന്നേ, നിന്റെ അച്ഛന്റെ വീട്ടിലെ ചടങ്ങിന് നീ നേരത്തെ ഓടിയെത്തുമല്ലോ. എന്നാൽ ലീലയാണെങ്കിൽ ഞാൻ വരാത്തതിന്റെ കാരണം എന്താ നമുക്കറിയാലോ, വെറുതെ അടിയുണ്ടാക്കണോ? അല്ല ലീല, ആ പ്രശ്നം നടന്നിട്ട് 5 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും നീ ഇത് മറന്നിട്ടില്ല? സംഭവം എന്താന്ന് വെച്ചാല് ഒരിക്കൽ ലീലയുടെ അമ്മയുടെ കുടുംബത്തിൽ ഒരു ചടങ്ങ് നടന്നപ്പോ ഒരു സ്വർണം കാണാതെയായി. അന്ന് ലീല ചെറുതായിരുന്നില്ലേ. അപ്പൊ ആരൊക്കെയോ ലീലയെ ചൂണ്ടിക്കാണിച്ചപ്പോ അമ്മ ചോദിച്ചു, നീ എടുത്തിരുന്നത്? എന്നാല് ലീല മനസ്സാവാച അറിയാത്ത കാര്യമായതുകൊണ്ട് അവളത് വല്ലാതെ മെന്റലി ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണാതായ ആ ഒരു സ്വർണം കിട്ടുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ അനിയൻ സോറി ചോദിച്ചെങ്കിലും ലീലക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. അത്രയും ആളുകളിടയിൽ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് അവസാനം പിന്നെ വന്നിട്ട് സോറി ചോദിച്ചാല് അന്നുണ്ടായ ആ സങ്കടം ഇല്ലാതാവോ? അതെല്ലാം മറന്നിട്ട് ഇനിയും ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങിനും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ വരണമെന്നുണ്ടോ? എന്നാലും മൂത്ത മരുമകളാണെങ്കിലേ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നേ? അപ്പോഴാണ് പെട്ടെന്നില്ലേ ലീലയ്ക്ക് വല്ലാതെ ശ്വാസമുട്ടലായിട്ട് അവർ റൂമിൽ നിന്ന് പുറത്തു വരുന്നേ. അവൾ എന്തൊക്കെ പറഞ്ഞാലും പോകാനുള്ള ഒരുക്കത്തിലിരുന്നു. പക്ഷേ ലീലയ്ക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ അവൾക്ക് ഇൻഹേലറും കൊടുത്ത് ഒരു സ്ഥലത്ത് സമാധാനത്തിൽ ഇരുത്തിയിട്ട് അമ്മ പറയുന്നുണ്ട്, ഇവൾക്കിതിപ്പോ കുറയൊന്നും അറിയില്ലല്ലോ, ഇവൾ ഒറ്റക്കാക്കിയിട്ട് പോയാൽ ശരിയാവില്ല, ഞാൻ എന്തായാലും എന്റെ അനിയനെ വിളിച്ച് പറഞ്ഞോളാം, നമുക്കിന്ന് ചടങ്ങിന് പോണ്ട. എന്നാലും ലീല, അതിന്റെ ആവശ്യം എന്താ? ഞാൻ വന്നിട്ടില്ലെങ്കിൽ എന്റെ മാമന് അങ്ങനോട് എനിക്കുള്ള ദേഷ്യം മനസ്സിലാവും. നിങ്ങൾ പോയിക്കോ, ഞാൻ തൽക്കാലം എന്റെ കൂട്ടുകാരി സ്വാതി വിളിച്ചോളാം, അവൾ എന്റെ ഹെൽപ്പിനുണ്ടാവല്ലോ. പിന്നെ ആസ്മ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ, കുറെ വർഷമായില്ലേ, ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെന്റെ ജീവനും കൊണ്ടേ പോവും. അങ്ങനെ ലീലയുടെ ഫാമിലി ആ ചടങ്ങിന് പോകാനൊരുങ്ങുമ്പോ ലീലയുടെ മുത്തശ്ശിയിലെ അതേ വീട്ടിലെ പൂട്ടി വെച്ചിട്ടുള്ള ഒരു റൂം നോക്കിയിട്ട് എന്തോ പേടിച്ച് ഭയന്നിരിക്കുകയാണ്. അപ്പോ ലീലയുടെ അച്ഛൻ ഗ്രാമത്തലവനില്ലേ മുത്തശ്ശിയോട്, ഞങ്ങളിങ്ങനെ ചടങ്ങിന് പോവാണ്, ലീലയ്ക്ക് സാധാരണ വരുന്ന പോലെ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ട്, അമ്മ നോക്കിക്കോളണേ. പോകുന്നതിന് മുൻപ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പണ്ടെപ്പോഴോ നടന്നൊരു കാര്യം ഓർത്തിട്ട് ഇപ്പോഴും ആ റൂം നോക്കി ഭയന്നിരിക്കണം. എന്ത് കാര്യം അമ്മയ്ക്ക്? അടുത്ത സീല് നമ്മൾ കാണുന്നത് നമ്മുടെ നായികയായിട്ടുള്ള ലീലയുടെ ചേട്ടനെയും ചേട്ടന്റെ ഫ്രണ്ട്സിനെയാണ്. എന്നാൽ കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ലീലയുടെ ചേട്ടൻ അശോകിന്റെ മേലെ വല്ലാതെ കലിപ്പിലാണ്. അതായത് ഇവർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു അമ്പലം ഇവരുടെ കൺട്രോളിലല്ലേ. അപ്പോൾ ആ ഒരു അമ്പലത്തിലെ ശീലയിലെ ഇവര് പണയം വെച്ചിട്ട് അതിൽ പൈസ എടുത്തൊരു ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിസിനസിന്റെ ഐഡിയ കൊടുത്തു തന്നെ അശോകായിരുന്നു. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ബിസിനസ് സക്സസ് ആവും, അങ്ങനെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ശീല എടുത്ത പോലെ തന്നെ അമ്പലത്തിൽ തിരിച്ചു വെക്കാന്നായിരുന്നു. എന്നാൽ ഇവര് പ്രതീക്ഷ പോലെയല്ല, ബിസിനസ് തകർന്നിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച അമ്പലത്തിൽ ഉത്സവം തുടങ്ങാനും പോവാണ്. കൂടി കിട്ടുന്നതിന് മുൻപ് ആ ഒരു ശീല അവിടെ എത്തിയിരിക്കണം. ഇനി എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു നാട്ടില് വലിയ കലാബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതിന് ഇറങ്ങി, ഞങ്ങളെല്ലാവരും നീ കുരുതി കൊടുക്കോ? എന്നാൽ അശോക് ആണെങ്കിൽ തിങ്കളാഴ്ചയല്ലേ, ഓൾറെഡി ഞാൻ പൈസയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, വെള്ളിയാഴ്ച തന്നെ ഞാൻ ആ ശീല എടുത്ത് തന്നേക്കാം. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫാമിലി കുടുംബത്തിലെ ചടങ്ങിന് പോകാന് കാത്തു നിൽക്കുകയല്ലേ. എത്ര നേരടാ നിന്നെ കാത്തിക്കുന്നത്? അങ്ങനെ 2 ചീത്തയും പറഞ്ഞ് കാറും എടുത്ത് നേരെ ചടങ്ങിനിറങ്ങാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് അതേ ഗ്രാമത്തിലെ കഥയുടെ ആരംഭത്തില് രത്നം എന്ന ഒരാള് അമ്പലത്തിന്റെ കാര്യസ്ഥനായിട്ട് നിയമിച്ചില്ല എന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയില്ലേ രത്നം.
അങ്ങേരുടെ വീടാണ്. അങ്ങേരുടെ അമ്മയാണെങ്കിൽ കുറച്ചധികം വർഷമായിട്ട് തീരെ വയ്യാതെ കിടപ്പാണ്. എന്നാൽ രത്നം പറയുന്നത്, ഞാൻ പലരോടും ഈ ഉത്സവം ഞാനാ നടത്തുമെന്ന് പറഞ്ഞതാ. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാതിരിക്കാനേ കുറെ വർഷമായിട്ട് കിടപ്പിലായിട്ടില്ല. ഇവരങ്ങ് ഇല്ലാതായി കഴിഞ്ഞാല് ഒരു സമാധാനമായിരുന്നു. എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അങ്ങനെ വളരെ മോശമായിട്ട് സ്വന്തം അമ്മയെ തന്നെ അയാൾ ചീത്ത പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ രത്നത്തിന് തൊണ്ട വരണ്ടു പോവാണ്. അപ്പോ മകൻ രവിയുടെ ഭാര്യയില്ലേ, അങ്ങേർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നിന്നെപ്പോലെ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് വീടിന്റെ പുറത്ത് തന്നെ ഞങ്ങൾ വെള്ളം കൊടുക്കാറില്ല. ഇപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാനോ? അതും പറഞ്ഞ് അപമാനിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. എന്നാൽ രവി തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച്, നീ ടെൻഷൻ ആവണ്ട, പതി ഇതെല്ലാം റെഡി ആയിക്കോളും. അതുപോലെ ഗ്രാമത്തിലെ പല ഭാഗത്ത് പല സ്ത്രീകൾ കൂട്ടുകൂടിയ കഥകൾ പറയാറില്ലേ, അതിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, രത്നത്തിന്റെ അമ്മ എത്ര നാളെ കിടപ്പില്ല, മരണം വരുന്നില്ലല്ലോ. അപ്പൊ കൂട്ടത്തില് മറ്റൊരു സ്ത്രീ പറയുന്നത്, ഇതുപോലെ എന്റെ നാട്ടിലും ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവരും കുറെ നാൾ കിടപ്പിലായിട്ടും മരണം വരുന്നുണ്ടായിരുന്നില്ല. അവസാനം വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു സാമ്യം വിളിപ്പിച്ച് നോക്കിയപ്പോഴാണ് ആ സ്ത്രീ ഒരു ജീവനല്ല 2 ജീവനെന്നറിയുന്നത്. എന്ത്, ആ വയസ്സായ സ്ത്രീ ഗർഭിണിയായിരുന്നോ? ഗർഭിണിയല്ല, ആ തലയുടെ ശരീരത്തില് ഏതൊരു ആത്മാവ് കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ആത്മാവിനെ ഓടിച്ചോ? എവിടെ? അത് ട്രൈ ചെയ്തപ്പോ ആ കിളവി ആത്മാവായി. അങ്ങനെ 2 ആത്മാക്കളായി. അപ്പോ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, എന്റെ നാട്ടിൽ ഇതുപോലൊരു കഥ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ കൂട്ടത്തില് റാണി എന്ന ഒരു സ്ത്രീ പറയുന്നത്, ഇങ്ങനെ പ്രായമായിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ഓരോ കെട്ടുകഥ പറഞ്ഞ് കളയായിക്കൊണ്ടിരിക്കരുത്. അവര് പണ്ട് കഷ്ടപ്പെട്ടതിൻ്റെതും വിഷമയമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചതിൻ്റെതുമാണ് അവരെ ശരീരത്തിൽ നിന്ന് ജീവൻ വിടാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ നായിക ലീലയും കൂട്ടുകാരെ സ്വാതിയും സ്കൂട്ടിയിൽ വരുന്നത്. അപ്പോൾ റാണി ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ലീല, നിനക്ക് ആസ്മയുടെ പ്രശ്നമുള്ളതല്ലേ, പിന്നെ വൈകുന്നേരം സമയത്ത് സ്കൂട്ടി എടുത്ത് കാറ്റോളാൻ ഇറങ്ങണോ? അപ്പോൾ റാണി ചേച്ചി, നിങ്ങളോട് പറയണോ, നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഏത് സാഹചര്യത്തോടും ഒത്തുപോകില്ലേ. അങ്ങനെ ലീലയും സ്വാതിയും അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിന്റെ ഉള്ളിലെ അവളുടെ പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാണ്. അങ്ങനെ ആ പൂച്ച എവിടെയാന്ന് തേടി നോക്കുമ്പോൾ അതിനിടയിൽ അവൾക്ക് വീണ്ടും ശ്വാസമുട്ടൽ വരികയാണ്. അപ്പോഴാണ് അവളുടെ മുത്തശ്ശിയിലെ ആ വീട്ടിലെ ആ ഒരു പൂട്ടിയ റൂം തന്നെ നോക്കിയിട്ട് ആ ഒരു ചെയറിൽ തന്നെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാതി ലീല ഒരു ചെയറിലിരുത്തിയിട്ട് അവളുടെ ഇൻഹേലർ എടുക്കാൻ പോവാണ്. അങ്ങനെ ആ ഒരു ഇൻഹേലർ അവള് യൂസ് ചെയ്യുമ്പോഴാണ് അവള് പറയുന്നത്, എന്തോ ഒരു വൃത്തിയുടെ സ്മെല്ല് വരുന്നില്ലേ? സ്വാതി, അങ്ങനെയൊന്നുമില്ലല്ലോ. ലീലയുടെ ശരിക്കും സ്മെല്ല് ചെയ്തോക്ക്, എന്തോ ഒരു സ്മെല്ല്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലീലയുടെ അമ്മയും കുടുംബവും ആ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവള് പറയുന്നുണ്ട്, അമ്മ, ആ പൂട്ടി വെച്ച റൂമില്ലേ, അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു വൃത്തിയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ലീലയുടെ അച്ഛൻ ഗ്രാമത്തലവൻ പറയുന്നത്, അല്ല മോളെ, നിന്റെ മുത്തശ്ശി ആ റൂം തുറക്കരുതെന്ന് പറയാറില്ലേ, അതുമല്ല വർഷങ്ങളായിട്ട് തുറക്കാത്തതുകൊണ്ട് ആ റൂമിന്റെ താക്കോൽ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഇനി വെറുതെ തുറന്നിട്ട് പ്രശ്നത വരുത്തി വെക്കണോ? അതല്ല അച്ഛൻ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ, ആ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പൂട്ടിക്കോ. അപ്പൊ അച്ഛനാണെങ്കിൽ നീ വീട്ടിലെ ജനലൊക്കെ തുറന്നു വെക്ക്, അപ്പൊ ശരിക്ക് കാറ്റ് കയറി പോകുമ്പോ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും. എന്നാലും ലീല, അച്ഛ, ഇത് ഇന്നൊന്നുമില്ല, കുറച്ച് നാളായി, ശരിയാവില്ല. താക്കോലില്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ വാതിൽ തുറക്ക്. അങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വാതിൽ തുറക്കാൻ നോക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ വേണ്ടടാ, ആ റൂമിന്റെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കുറെ അനർത്ഥങ്ങൾ സംഭവിക്കും. എന്നാൽ മുത്തശ്ശി എത്ര പറഞ്ഞിട്ടും അവരാരും കേട്ടില്ല. ആ റൂമിന്റെ വാതിൽ തുറക്കാണ്. അതേ സമയത്ത് ലീലയുടെ ഏട്ടൻ അശോകിന്റെ ഫ്രണ്ട്സ് വന്നിട്ട്, അല്ലടാ, എന്തായി ശിലയുടെ കാര്യം? എടാ, ഞാൻ അന്ന് ചോദിച്ച ആ പൈസ കിട്ടിയിട്ടില്ല, വേറൊരു സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെ കഴിഞ്ഞ 8 മാസമായിട്ട് നീ അന്വേഷിക്കുന്ന പോലെയോ? അല്ലടാ, നിങ്ങൾ ഈ നാട്ടിലെ പണക്കാരുടെ കുടുംബല്ലേ, നിങ്ങളുടെ കയ്യിലില്ലാത്ത പൈസയോ? അപ്പൊ അശോക് പറയുന്നത്, എടാ, എന്റെ കുടുംബം ഒരിക്കലും ഇതറിയാൻ പാടില്ലാത്തോണ്ടല്ലേ രഹസ്യമായിട്ട് ഞാൻ ഡീൽ ചെയ്യുന്നേ, ഞാൻ ശരിയാക്കാന്ന്. എന്നാൽ ദേഷ്യത്തില് അശോകന്റെ ഫ്രണ്ട് അവിടെ നിന്ന് പോവാണ്. അതേസമയത്ത് വീട്ടില് ആ ഒരു പൂട്ടിയ ഡോറ് തുറന്നിരുന്നില്ലേ, നോക്കുമ്പോ അതിന്റെ ഉള്ളില് ഒരു എലി ചത്ത് കിടന്നായിരുന്നു. അപ്പൊ അതിന്റെ സ്മെല്ലായിരുന്നു ആ വീട്ടിൽ സ്പ്രെഡായ. അങ്ങനെ അന്ന് രാത്രിയിലെ ലീലയുടെ അച്ഛൻ പുറത്തെവിടെ പോയിട്ട് വീട്ടിലേക്ക് വല്ലാതെ ദേഷ്യത്തില് കാലിയിലാണ് വരുന്നത്. എന്നാൽ ലീലയുടെ അമ്മയാണെങ്കിൽ പുറത്തുള്ള പ്രശ്നമൊക്കെ എന്തിനാ വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനം കളയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭക്ഷണം റെഡിയാക്കാണ്. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വിളമ്പുമ്പോ ദേഷ്യത്തിലില്ലേ ലീലയുടെ അച്ഛൻ ആ ഒരു ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയാണ്. അതാണ് ഇപ്പൊ അമ്മ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അതൊക്കെ ഭക്ഷണത്തിനോട് കാണിക്കുന്നതിനാ. അത് കേട്ടപ്പോ അങ്ങേർക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കടിച്ചേറിക്കൊണ്ടിരിക്കുമ്പോ ആ സൗണ്ട് കേട്ട് ഇറങ്ങി വന്ന ലീല ചോദിക്കുന്നുണ്ട്, അല്ലാമ്മ, എന്താ പ്രശ്നം? പ്രശ്നം എന്താ? നിന്റെ അച്ഛന്റെ ഉള്ളില് ഏതോ പ്രേതം കയറിയെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് എന്തൊക്കെയോ പറയുന്നത്. അത് കേട്ടപ്പോ ലീലയുടെ കൺമുമ്പിൽ വെച്ചിട്ട് അവളുടെ അമ്മയെ അവളുടെ അച്ഛൻ അടിക്കുകയാണ്. അത് കണ്ടപ്പോ ലീലയ്ക്ക് ദേഷ്യം വന്നിട്ട്, വീടിന്റെ പുറത്തുള്ള പ്രശ്നത്തിന് വീട്ടിൽ വന്ന് സ്ത്രീകളുടെ മേലെ കൈവച്ചാലേ ആ പ്രശ്നം തീരുവോ? ലീല, നീ വർത്താനം പറഞ്ഞ ഉള്ളു പോണോ വേണ്ടെന്നല്ല, ഇനി അമ്മയുടെ മേലെ കൈവച്ചാലേ എന്റെ സ്വഭാവം മാറും. അത് കേട്ടപ്പോ ദേഷ്യം വന്നിട്ട് സ്വന്തം മകളാന്ന് പോലും നോക്കാതെ അവളുടെ അച്ഛൻ ലീലയുടെയും കര തടിക്കുകയാണ്. ഇതുവരെയായിട്ട് അവളുടെ അച്ഛൻ അവളുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവൾക്ക് വല്ലാതെ സങ്കടം വന്ന് അവളുടെ റൂമിൽ പോയിട്ട് വാതിലടക്കുകയാണ്. അപ്പോഴാണ് ലീലയുടെ ഏട്ടൻ അശോക് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ തറയിൽ തെറിച്ചു കിടക്കുന്നുണ്ടപ്പോ എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നത്, വീട്ടിലെ സമാധാനം പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആ റൂമിന്റെ വാതിൽ തുറക്കണ്ടാന്ന് നിങ്ങളോട് പറഞ്ഞ്. എന്നാല് ഞാൻ പറഞ്ഞ കേൾക്കാതെ നിങ്ങൾ തുറന്നില്ലേ, ഇനി എന്തൊക്കെ ആപത്താണോ ഈ വീട്ടിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയെ കണ്ടിട്ട് മറുത്തൊന്നും പറയാതെ അശോകും അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും തന്റെ മകള് ലീല ഇറങ്ങി വരുന്ന കാണുന്നില്ല. വിളിച്ചിട്ട് റെസ്പോണ്ടും ഇല്ല. അവളെ വാശി തീർന്നില്ലേ. അതേ അവളുടെ റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ അവരൊരു കാഴ്ച ഉണ്ട്.
ഷോക്കായി തരിച്ചു പോവാണ്. അതായത് ലീല അവൾ ആത്മഹത്യ ചെയ്ത് കയറിലാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു ദേഷ്യത്തില് അച്ഛൻ അറിയാതെ തല്ലിപ്പോയതിന് അവളിങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? അങ്ങനെ അവളുടെ ബോഡി ഇറക്കിയിട്ട് വീടിന്റെ നടുവിൽ കിടത്തുമ്പോൾ അവളെ കണ്ടിട്ട് അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എത്രയോ വർഷങ്ങളായി ഈ ഒരു ആസ്മ ശ്വാസം മുട്ടൽ വെച്ചിട്ട് നീ കഷ്ടപ്പെടുക, ഇതിലും വലിയ പ്രശ്നങ്ങളിൽ തരണം ചെയ്തിട്ട് എന്റെ ഒരു വാക്ക് നിനക്ക് സഹിക്കാൻ പറ്റിയില്ലേ? ഞാൻ കാരണല്ലേ നീ ലോകം വിട്ടുപോയ. ഇനി നിന്റെ അച്ഛനും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല. അതും പറഞ്ഞ് സങ്കടത്തില് മകളുടെ അരികിലിരുന്നിട്ട് അച്ഛന്റെ ഉള്ളുരുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അശോകന്റെ ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കുന്നത്, അല്ലടാ എന്താ പറ്റിയേ? അച്ഛനും അമ്മയും തമ്മിൽ കുടുംബത്തിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോ അതിന്റെ ഇടയിൽ അത് ചോദിക്കാനാണ് എന്റെ അനിയത്തെ ഇറങ്ങി വന്നത്. അതിന്റെ ഇടയിൽ അച്ഛന് ദേഷ്യം വന്നിട്ട് അവളൊന്നും തല്ലിപ്പോയതാ. ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെ തോന്നിട്ട് അവളിങ്ങനെ ഒരു കടുകை ചെയ്തേ. അപ്പോൾ അശോകിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടേ കാര്യം അറിഞ്ഞ് പോലീസ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ. അപ്പോൾ മറ്റൊരു ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ പോലീസിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞാലേ അവര് വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ലാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളായിരിക്കും. അത് മാത്രമല്ല അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട് കീറി മുറിക്കുകയും ചെയ്യില്ലേ. ഇനിയും അവളെ വേദനിപ്പിക്കണ്ട, മരണച്ചടങ്ങിലുള്ള കാര്യങ്ങൾ വേഗം നീക്ക്. അപ്പോൾ തന്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ചെയ്താലോ എന്ന് തന്റെ അച്ഛനോട് അശോക് ചോദിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു ഡോക്ടറുണ്ട്. അങ്ങേര് പറയുന്നത്, ഇവൾക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോ ചെറിയ കുഞ്ഞായിരുന്നപ്പോ ശ്വാസം എടുക്കാൻ പറ്റാതെ കണ്ണൊക്കെ ചുരുങ്ങി നമ്മൾ നേരെ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ. അന്ന് അവിടുത്തെ ഡോക്ടർ എന്താ പറഞ്ഞേ, ഇവൾ ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊന്നല്ലേ. എന്നാൽ അന്ന് തന്നെ മരണത്തെ തോപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവളല്ലേ ഇവള്. എന്നിട്ടിപ്പോ ഒരു ചെറിയ പ്രശ്നത്തിന് ഇവളിങ്ങനെ ചെയ്തതെന്തിനാ? അങ്ങനെ ആ ഒരു ഡോക്ടർ സങ്കടത്തിൽ കരയുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഇനിയും ഇവളെ വേദനിപ്പിക്കാനേ പോലീസിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുമോള് ലീലയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ഇട്ട് കൊടുക്കണോ? അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴി എനിക്ക് തോന്നുന്നുണ്ട്. തൽക്കാലം ഒരു കാര്യം പറയാം, ഓൾറെഡി ലീലക്ക് ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഇവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറ. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവള് മരണപ്പെട്ടു പോയെന്ന് പറയും. അതിനുശേഷം ജനങ്ങളോട് ആസ്മ കൂടിയിട്ടാണ് അവള് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ എനിക്ക് ഒരു രീതിയിൽ ഇതിന് താല്പര്യമില്ല, ഇത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബാക്കി നിങ്ങൾ ചിന്തിച്ച് ചെയ്യും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാണ്. ഒരു ആംബുലൻസിൽ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മകള് മരണപ്പെട്ടുവെന്ന് പറയാണ്. ഇനിയിപ്പോ വേഗം തന്നെ അവളുടെ മരണച്ചടങ്ങിനുള്ള കാര്യങ്ങൾ നീക്കുകയാണ്. എന്നാൽ ആ ഒരു ഗ്രാമത്തിലെ ആർക്കും തന്നെ ലീല അവൾ ആത്മഹത്യ ചെയ്താണെന്നുള്ള സത്യം അറിയില്ല. അവളുടെ കുടുംബത്തിന് മാത്രമേ ആ രഹസ്യം അറിയൂ. ലീലയുടെ അച്ഛൻ ആ ഗ്രാമത്തിലെ ഗ്രാമത്തലവനായതുകൊണ്ട് തന്നെ അവളുടെ മരണച്ചടങ്ങിന് കൂടാൻ കുറേയധികം ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. അപ്പോഴാണ് ലീലയുടെ ഏട്ടൻ അശോകന്റെ ഫ്രണ്ടിനോട് ഒരാൾ പറയുന്നത്, മരണപ്പെട്ട കുട്ടി ഒരു കന്യകയായിരുന്നില്ലേ, അതുകൊണ്ട് വീട്ടില് ആട്ടും പാട്ട ചടങ്ങൊന്നും വേണ്ട. അതായത് ഈ തമിഴ്നാട്ടില് അങ്ങനെ ചില ചടങ്ങില്ലേ, അതിന് പകരമായിട്ട് ഒരു കോഴി വാങ്ങിയിട്ട് കെട്ടിയിട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടും ആ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് ലീല മരണപ്പെട്ട് അറിഞ്ഞിട്ട് അവളുടെ അമ്മയുടെ അനിയൻ മാമൻ അവളെ കാണാൻ വരുന്നത്. ഒരിക്കൽ അറിയാതെ തെറ്റിദ്ധാരണയിലെ എല്ലാ ആളുകളുടെയും കുടുംബത്തിന് മുമ്പില് അവളെ കള്ളിയെന്ന് പറയേണ്ടി വന്നില്ലേ. പലപ്പോഴും ഈ വീട്ടിൽ വന്ന് അവളോട് സോറി ചോദിച്ചിട്ടുണ്ട്, എന്നാലും അവൾ ക്ഷമിച്ചിട്ടില്ലല്ലോ. അവസാനം മാമന് സങ്കടം സഹിക്കാൻ പറ്റാതെ അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. ഇനി എനിക്ക് മാപ്പ് തരാന് മോള് നീ ഇല്ലല്ലോ. അങ്ങനെ ലീലയുടെ മരണച്ചടങ്ങിനുള്ള അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, അല്ല ഏത് സമയത്താ? സമയം പറയാതെ എന്ത് അനൗൺസ്മെന്റ് ആണോ? അതിന് കുടുംബത്തിന് വിളിച്ചു ചോദിച്ചിട്ട് അവര് സമയം പറയുന്നില്ല. അതിനുള്ളിൽ ഒന്ന് ട്രയൽ നോക്കാൻ ട്രൈ ചെയ്തതാ. അപ്പോഴാണ് ആ ഒരു അമ്പലത്തിന്റെ കാര്യസ്ഥനില്ലേ ധർമ്മ, അങ്ങേര് പറയുന്നത്, മരണപ്പെട്ടത് ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, ആ കുടുംബം ആ സങ്കടത്തിൽ നിന്ന് പതിയെ ഒന്ന് റിക്കവർ ആവട്ടെ, വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം അടക്കം ചെയ്യുന്ന ചടങ്ങുകളുടെ പരിപാടി നോക്കിയാൽ മതി. അപ്പോൾ അശോകും അനൗൺസ്മെന്റ് ചെയ്യുന്നതിനോട് പറയുന്നുണ്ട്, 6 മണിക്ക് ശേഷം എന്ന് ആളുകളോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഗ്രാമത്തിൽ മുഴുവനായിട്ട് ആ ഒരു അനൗൺസ്മെന്റ് പാസ്സാവുന്നുണ്ട്. അതേസമയത്ത് ആ ഒരു കുടുംബത്തില് സ്ത്രീകളൊക്കെ തടിച്ചുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, ഈ ഒരു ആസ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടിയാല് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയായിരിക്കും അവൾ മരണപ്പെട്ടെ. അതേസമയത്ത് പുറത്ത് പുരുഷന്മാരൊക്കെ പറയുന്നത്, ചെറുപ്പം മുതലേ അവൾക്ക് ഈ ആസ്മ കൊണ്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥ നല്ല തണുപ്പുമല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സാഹചര്യത്തിൽ അവൾക്ക് ആസ്മ കൂടിയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അങ്ങനെ ഓരോ ആളുകള് അവൾ മരണപ്പെട്ടതിന് പല കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന് കുടുംബത്തിന് മാത്രമല്ല അറിയൂ. അങ്ങനെ ലീലയുടെ ബോഡി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ കോഴി കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ പതിയെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ എല്ലാ ആളുകളും സങ്കടത്തിലിരിക്കുമ്പോൾ ലീലയുടെ അമ്മ മാത്രം ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴുക്കാതെ അങ്ങനെ ഷോക്കായി തരിച്ചിരിക്കുകയാണ്. അവൾ എന്തിനാ എന്നെ വിട്ടുപോയ, അവളെന്നെ ഒറ്റക്കാക്കിയില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവളുടെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലീലയുടെ ബോഡി കൊണ്ടുപോകാൻ ആണുങ്ങളെല്ലാം കൂടിയിട്ട് ബോഡി എടുത്ത് പാളിൽ വെക്കാൻ നോക്കുമ്പോൾ അവർ കുറെ ആളുകൾ പിടിച്ചിട്ടും ബോഡി അനങ്ങുന്നില്ല. വീണ്ടും കുറച്ച് ആളുകൾ കൂടിയിട്ട് പൊക്കാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് മാത്രമേ പൊന്തുന്നുള്ളൂ. അവർക്കാർക്കും എന്താ സംഭവിക്കുന്നത്, എന്തിങ്ങനെ കനക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു അനക്കാനങ്ങുന്നത്. അവിടെ കൂടി എല്ലാ ആളുകളും ലീലയുടെ ആത്മാവെന്ന് പറഞ്ഞ് പേടിച്ചേരണ്ട് അവിടെ നോടി തള്ളുന്നുണ്ട്. വീടിന്റെ പുറത്തുള്ള എല്ലാവരും ഷോക്കായി നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ലീലയുടെ കയ്യും കാലൊക്കെ അവൾ അനക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തില് ഒരു പ്രായമായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ആരെങ്കിലും പോയിട്ട് നോക്ക് അവൾക്ക് ജീവനുണ്ടോന്ന്, ചിലപ്പോൾ അവർക്ക് സംശയം തോന്നുന്നതാണെങ്കിലോ. എന്നാൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും അവൾക്ക് ശ്വാസമില്ല. അപ്പോൾ അയാൾ പുറത്തു നിന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ ബോഡി എടുക്കാൻ പോയ നിങ്ങൾ അവളെ ഇളക്കി എടുക്കാൻ നോക്കിയിട്ട് അതിനിടയിൽ ബോഡി ഒന്ന് അനങ്ങിയപ്പോൾ നിങ്ങൾ ഓരോ കഥ ഇറക്കുക,
പോയിട്ട് ബോഡി എടുക്കാൻ നോക്ക്. എന്നാൽ അവര് പറയുന്നത് ഞങ്ങൾ സത്യം പറയുന്നേ. എന്നാൽ ആ കാഴ്ച കണ്ട് ലീലയുടെ അച്ഛൻ വല്ലാതെ സങ്കടത്തില് ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവളുടെ ബോഡി എടുക്കാന് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലീലയിലെ ഇതുവരെ കടന്നിരുന്നവള് എഴുന്നേറ്റിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് പേടിച്ചരണ്ടിട്ട് അവിടെ കൂടി എല്ലണ്ണും ഓടി തള്ളുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നേ ഒന്നും അറിയാതെ പുറത്തുനിന്ന് കുടിച്ചു കയറിക്കൊണ്ടിരുന്ന ഒരു കുടിയൻ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കടാടാ? ഒരു മരണ വീട്ടിൽ വന്നാല് സങ്കടത്തില് അലറി കരഞ്ഞോ, അല്ലാണ്ട് കൂകി വിളിച്ച് ഓടിക്കഴിഞ്ഞാല് മരിച്ച ആളെന്താ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ടോ? ഒരു കാഴ്ച കണ്ട ഓരോ ആളുകളും പല കഥകളും പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും നല്ല പേടിയിലാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് പിന്തുടർന്നാലോ? അപ്പോ ധർമ്മ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ഈ മരണച്ചടങ്ങിൽ പങ്കെടുത്ത ആരും തന്നെ ചടങ്ങ് കഴിയാതെ ഇനി വീട്ടിൽ പോണ്ട. അതുമാത്രമല്ല ലീലയുടെ അച്ഛൻ നമ്മുടെ ഈ ഗ്രാമത്തിലെ തലവനല്ലേ. ഇതുപോലൊരു സാഹചര്യത്തിൽ നമ്മൾ വേണ്ടേ അദ്ദേഹത്തിന് ഒരു മാനസിക സപ്പോർട്ട് കൊടുക്കാൻ? ധർമ്മ പറഞ്ഞതൊക്കെ അവിടെ കൂടി എല്ലാ ആളുകളും അനുസരിച്ച് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലീലയുടെ ഏട്ടൻ തന്റെ ഫ്രണ്ട്സുമായിട്ട് നിൽക്കുമ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, അല്ലാതെ എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിക്കുന്നത്? ഓൾറെഡി അവൾ ആത്മഹത്യ ചെയ്തെന്നുള്ള സത്യം മറച്ചിട്ടല്ലേ നമ്മൾ ഈ മരണച്ചടങ്ങിനുള്ള കാര്യങ്ങൾ നീക്കിയേ. എന്നാൽ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ നാട്ടുകാർ മൊത്തം സത്യം അറിയാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരുത്തൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വായ കൊടുത്ത് കൊടുങ്ങണ്ട. ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ എന്താ ഇവിടെ സംഭവിക്കുന്നത് അറിയില്ല. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല അശോകെ ആ ഒരു ശില അത് കൊണ്ടുവന്നോ? അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഏത് സമയത്ത് എന്താടാ ചോദിക്കുന്നത്? എന്നാൽ അശോക് ആണെങ്കിൽ കുഴപ്പമില്ല, അവൻ ചോദിച്ചാൽ തെറ്റില്ലല്ലോ. ഓൾറെഡി ഞാനത് എടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ രാത്രി അശോക് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ പ്രശ്നം നടന്ന സാഹചര്യം കണ്ടിരുന്നില്ലേ? അങ്ങനെ എല്ലാവരും കടന്ന ശേഷം ആരും കാണാതെ തന്റെ ബൈക്കിൽ തൂക്കിയിരുന്ന ഒരു സഞ്ചി എടുത്ത് വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ സഞ്ചിയിലാണ് ആ ഒരു ശിലയുള്ളത്. ആ ഒരു ശില എവിടെ വെച്ചെന്നറിയോ? ആ ഒരു വീട്ടിന്റെ ഉള്ളിലെ കുറെ നാളായിട്ട് തുറക്കാതെ പൂട്ടി വെച്ച ഒരു റൂം ഉണ്ടായിരുന്നില്ലേ, അതേ റൂമിൽ തന്നെയാണ്. ആ വീടിന്റെ പുറത്ത് സ്ത്രീകളെ തടിച്ചു കൂടിയിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഈ നാട്ടിലോ വേറെ ഒരു നാട്ടിലും കേട്ട് കേൾവിയില്ലാത്ത എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത്? അപ്പോ കൂട്ടത്തിൽ ഒരു സ്ത്രീ പറയുന്നത്, മരണപ്പെട്ട പെൺകുട്ടി ഒരു കന്യകയായിരുന്നില്ലേ, അവളുടെ പല സ്വപ്നങ്ങളും നടക്കാത്തതുകൊണ്ട് ചിലപ്പോ അവളിങ്ങനെ ഇരിക്കുന്നതാണെങ്കിലോ? അപ്പോൾ മറ്റൊരു സ്ത്രീ ചോദിക്കുന്നത്, അവൾ മരണപ്പെട്ട് കിടന്നപ്പോ നമ്മൾ ഓരോ കഥകൾ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് കേട്ടിട്ടാണോ? അപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നത്, ഇതുപോലെ എന്റെ നാടിന്റെ അടുത്ത് ഒരു ഗ്രാമത്തിലെ ഒരു ഗർഭിണിയ സ്ത്രീ മരണപ്പെട്ടു പോയി. അവരുടെയും ബോഡി എടുക്കാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല. വല്ലാതെ കനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് ജനിച്ചു. ആ ഒരമ്മ തന്റെ കുഞ്ഞ് ലോകത്തെത്തിയിട്ടേ പോകുള്ളെന്ന് മനസ്സിൽ ഉറപ്പിച്ചായിരിക്കും അതിനുശേഷമാണ് ആ ബോഡി എടുക്കാൻ പറ്റിയത്. അപ്പോൾ മറ്റൊരു ചേച്ചി പറയുന്നത്, എന്റെ നാട്ടിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അവസാനം അവളുടെ ബോഡി എടുക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ആ നാട്ടിലൊരു കാറ്റ് വീശി. അതിനുശേഷം ആ ഒരു ശരീരം ആർക്കും അനക്കാൻ പറ്റിയില്ല. പൊക്കാൻ പറ്റാതായപ്പോൾ എല്ലാവരും പേടിച്ചു വരച്ച് അവിടെ നിന്ന് ഓടിപ്പോയതായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ചെയ്തേ? അതിനുശേഷം ഒരു സ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പൂജയൊക്കെ ചെയ്ത ശേഷമാണ് ബോഡി അനക്കാൻ പറ്റിയത്. അങ്ങനെ ബോഡി കത്തിക്കായിരുന്നു. അപ്പോൾ ഇവരെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും പൂജാരിയോ സ്വാമി വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീട്ടിൽ സംഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണം മനസ്സിലായാലോ. അങ്ങനെ ആ ഒരു സ്വാമിയിലെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് വീടിന്റെ നടുവിലായിട്ട് നമ്മുടെ നായിക ലീല മരണപ്പെട്ടിട്ടും ഇരിക്കുന്ന അവസ്ഥയെ കാണുന്നത്. എന്നാൽ കണ്ണു നോക്കുമ്പോൾ അടച്ചിട്ടുണ്ട്. അവള് ശ്വാസം എടുക്കുന്നുമില്ല. ആ വീട് മുഴുവനായിട്ട് ആ ഒരു സ്വാമി ശരിക്കും നോക്കുമ്പോൾ അവിടെ ഒരു വിളക്ക് കാണുന്നുണ്ട്. അതെടുക്കാൻ നോക്കുമ്പോൾ അങ്ങനെ തെറിച്ച് താഴെ വീഴാണ്. ആ സ്വാമി ആണെങ്കിൽ പേടിച്ചറിയുണ്ട്. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ ആ കാഴ്ച കണ്ട് കുടിയൻ ചോദിക്കുന്നുണ്ട്, ഇവൻ ആരാടാ വീട്ടിൽ കയറ്റിയേ? ഇവനൊക്കെ എന്ത് സ്വാമിയാ ഇങ്ങനെ പേടിച്ച് ഉറക്കുന്നു? കുറച്ചു നേരോട് കാത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചിട്ടാൻ പോയിട്ടുണ്ടായി. ഇനിയിപ്പോ നിങ്ങൾ ആരെയെ കാത്തു നിൽക്കാടാ, വേഗം കൊണ്ടേ ബോഡി എടുത്ത് അടക്കം ചെയ്യടാന്ന് പറഞ്ഞ് കുടിയൻ പുറത്തുനിന്ന് അലമ്പാക്കുന്നുണ്ട്. എന്നാല് ഇതിന്റെ പിന്നില് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കാന് ബോഡി ഇരിക്കുന്ന സ്ഥലത്തുള്ള അയാളെ കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അയാൾക്ക് വീട്ടിലേക്ക് കയറാനേ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്താ ആലോചിക്കുന്നത്? നീ താഴ്ന്ന ജാതിയാണെന്നോ? ഇവിടെ നിന്ന് ഇപ്പൊ ആരൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളൊക്കെ ബോഡി കത്തിക്കാന് ആ ഒരു ചുടലപ്പറമ്പിലേക്ക് വരുത്തില്ലേ? അങ്ങനെ അയാളില്ലേ വന്നിട്ട് ലീലയുടെ ബോഡി നോക്കി തിരിച്ചു വന്നിട്ട് അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അല്ല എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണെങ്കിലും പറഞ്ഞോ. അപ്പോ അങ്ങനെ പറയുന്നത്, ആ ഒരു പെൺകുട്ടി എന്തോ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആരെങ്കിലൂടെ എല്ലാവരും അറിഞ്ഞാൽ മാത്രമേ അവളുടെ ബോഡി അനക്കാനോ തൊടാനോ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ലീലയുടെ ഏട്ടന്റെ ഭാര്യയില്ലേ, അവര് ഏട്ടനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ലീല അവൾ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടതാണെന്ന് നമ്മൾ എല്ലാ ജനങ്ങളെയും അറിയിക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു സത്യം എല്ലാവരും അറിയട്ടെ. നമുക്ക് അറിയുന്നതല്ലേ അവളൊരു പിടിവാശിക്കാരിയാണ്. സ്വന്തം മാമനോട് ഇതുവരെ അവൾ ക്ഷമിച്ചിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് അവർ ചിന്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. നോക്കുമ്പോൾ ഡോക്ടർ തന്നെ അവിടെ കൂടി എല്ലാ ആളുകളോടും സത്യം തുറന്നു പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഈ പെൺകുട്ടി ലീല അവൾ മരണപ്പെട്ടത് ശ്വാസം മുട്ടിയിട്ടല്ല, മറിച്ച് അവളുടെ കുടുംബത്തിലെ ചെറിയ പ്രശ്നത്തിലെ മനം നൊന്ത് അവള് ആത്മഹത്യ ചെയ്തതാണ്. ഇത് ഒരു സാധാരണ മരണമല്ലെന്ന് പറഞ്ഞ് അങ്ങേര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ പറയുന്നത്, ഈ ഡോക്ടർ എന്തൊക്കെ കെട്ടുകഥ പറയുന്ന, നമ്മുടെ തല നുണ പറയില്ലല്ലോ, ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? അപ്പോൾ അങ്ങേരും പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞ സത്യം തന്നെയാ, എന്നോട് ക്ഷമിച്ചേക്ക്, ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതിയില്ല. ഒരു വീട്ടിൽ അങ്ങനെ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണ്ടേ? അങ്ങനെ പോലീസ് ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ വീടിന്റെ പുറത്ത് തടിച്ചുകൂടിയ എല്ലാ ആളുകളും നമ്മുടെ ലീലയെ തന്നെ അങ്ങനെ വയന്ന് നോക്കി നിൽക്കുമ്പോൾ ഇത്തിരി നേരം ഇരുന്നുകൊണ്ടിരുന്ന ലീലയിലെ
പതിയെ കിടക്കുകയാണ്. ഇനിയിപ്പോ അവളുടെ ബോഡി നീക്കാൻ പറ്റുമായിരിക്കും. അതിന്റെ സമ്മതം പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഇവള് സാധാരണ പെൺകുട്ടിയല്ല, ഒരു യമഘാതകയാണ്. ഈ യമഘാതകയുടെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ഒരുവൾ. അപ്പോൾ അങ്ങോട്ട് വന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വീട്ടിലൊരു സംഭവം നടന്നാൽ വേഗം തന്നെ സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് നിങ്ങൾക്ക് ബോധമില്ലേ? അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ലീലയുടെ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ ധർമ്മ പറയുന്നുണ്ട്, സാറേ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട, നമുക്ക് സംസാരിച്ച് തീർക്കാലോ. അപ്പൊ എസ് ആണെങ്കിൽ എന്ത് സംസാരിക്കാന്, ഗ്രാമത്തലവന്റെ മകളെന്ന് കരുതിയിട്ട് പുതിയ നിയമമൊന്നും കൊണ്ടുവരണ്ട. അപ്പോൾ കൂടെയുള്ള അസിസ്റ്റന്റ് കോൺസ്റ്റബിൾ പറയുന്നത്, സാറേ അതുകൊണ്ടല്ല, ഈ പെൺകുട്ടി മരണപ്പെട്ടിട്ട് മണിക്കൂർ കഴിഞ്ഞു, ഇവര് ബോഡി അനക്കാൻ നോക്കിയിട്ട് അനക്കാൻ പറ്റുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ എസ് ഐ, കഥയൊക്കെ കയ്യിൽ വെച്ചോ, നിന്റെ ഗ്രാമത്തിലെ തലവന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുമല്ല ഇതിലപ്പുറവും പറയും. അങ്ങനെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീട് മുഴുവനായിട്ട് ഒന്ന് അരിച്ചു പെറുക്കിയിട്ട് ഒരു 4 ആളുകളെ വീടിന്റെ ഉള്ളിലേക്ക് വരാന് അവളുടെ ബോഡി എടുക്കാൻ പറയാണ്. അങ്ങനെ പതിയെ ആ ഒരു ബോഡി വെക്കുമ്പോൾ അവർക്ക് ചെറുതായി അനക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അതിന്റെ ഒരു കാല് പൊട്ടുന്നത്. എന്നിട്ട് അത് ചുമരിൽ നിൽക്കുന്ന കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, അവൾ എന്തിനാ കാത്തിക്കുന്നറിയോ? ഒന്നും പറയാനല്ല, ആരെയോ കൂടെ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, അവളൊരു കന്യകായ പെൺകുട്ടിയല്ലേ, അവൾ മരണപ്പെട്ടത് ഒരു ശനിയാഴ്ചയല്ലേ, അപ്പോൾ ശനിയാഴ്ച ഇങ്ങനെ കന്യക പെൺകുട്ടികൾ മരണപ്പെട്ടാലേ അവൾ ഒറ്റക്ക് പോവില്ല എന്ന് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഏതെങ്കിലും ജീവിയെ അവൾക്ക് വേണ്ടിയിട്ടൊരു കോഴി വാങ്ങി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിന് ബലി കൊടുത്തിട്ട് അവളുടെ കൂടെ അയക്കാം, അതിനുശേഷം സമാധാനത്തിലെ ഈ ചടങ്ങ് തീർക്കാം. അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ട് ആ ഒരു കോഴി നോക്കുമ്പോൾ എല്ലാവരും ഷോക്കായി പോവാണ്. അവിടെ എവിടെയും ആ കോഴി കാണാനില്ല. ആ ഗ്രാമത്തിൽ പല സ്ഥലത്തും തേടിയിട്ടും ആ കോഴി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ പല ആളുകൾ സംഘം തിരിഞ്ഞ് തേടി നോക്കിയപ്പോഴാണ് കോഴി കിട്ടുന്നത്. ആ കോഴി കൊണ്ടുവന്നിട്ട് ആ മുത്തശ്ശിയെ കാണിക്കുമ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിവെച്ച കോഴി ഇതല്ല, അങ്ങനെ വേറെ കോഴി കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇതുമല്ല. എത്ര കോഴി കൊണ്ടുവന്നിട്ടും ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന കോഴി കാണാനില്ല. അങ്ങനെ അടുത്ത ദിവസമില്ലേ രാവിലെ തന്നെ കുടിയം വീണ്ടും അടിച്ച് കിറങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളൊക്കെ എന്ത് കാത്തു വെക്കുക? അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, അതിന് ബോഡി വന്നിട്ടില്ല, ബോഡിയായിട്ട് നടന്നു വരുമോ, നിങ്ങൾ പോയി തൂക്കണ്ടേ, പോയി എടുത്തിട്ട് വാടാ. മരണ വീട്ടിൽ വന്നാല് ചായ കാപ്പി എന്ന് പറഞ്ഞിട്ട് വയറ് നടക്കുന്ന കാര്യം മാത്രം നോക്കിയെന്ന് പറഞ്ഞിട്ട് കുടിയൻ എല്ലാവരും വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അശോകിന്റെ ഫ്രണ്ട്സിൽ ഒരുത്തം പറയുന്നുണ്ട്, എനിക്ക് ഈ കാഴ്ച കണ്ടിട്ട് ഇത് അവള് ചെയ്യുന്നതെന്ന് തോന്നില്ല, നമ്മള് അമ്പലത്തിലെ ശിലയെടുത്തില്ലേ, അപ്പോൾ ദേവി വല്ലാത്ത കോപത്തിലാന്ന് തോന്നുന്നുണ്ട്, നമ്മള് ശിലയെടുത്ത് പണയം വെച്ചിട്ട് അത് തിരിച്ച് അമ്പലത്തിൽ വെച്ചിട്ടില്ലല്ലോ, നാളെയാണ് ചടങ്ങ് നടക്കുന്നത്, കൂടി വരുന്നതിന് മുൻപ് നീ ആ ശില എങ്ങനെയെങ്കിലും അമ്പലത്തിൽ എത്തിച്ചിരിക്കണം, എന്നാൽ ചിലപ്പോ ഈ പ്രശ്നത്തിന് ഒരു പ്രതിവിധി ഉണ്ടാവും. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്, രത്നത്തിന്റെ അമ്മ മരണക്കിടക്കയില് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കടന്നതല്ലേ, അവരൊരു കുഴപ്പമില്ലാണ്ടിപ്പോ പയറ് പോലെ ആ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ലീലയുടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഞാൻ ഉള്ളിൽ പോയിട്ട് ലീലയെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഉള്ളിലെത്തി ആ കാഴ്ച കണ്ടപ്പോൾ അവര് വല്ലാതെ ഷോക്കായിട്ട് പറയുന്നുണ്ട്, ചില ചടങ്ങുകൾ നടത്തിയാലേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ പൂജ നടത്താനായിട്ട് കുറച്ച് വസ്തുക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു മുത്തശ്ശിക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവര് പതിയെ ആ ഒരു പൂജ ചടങ്ങ് തുടങ്ങാൻ നോക്കുകയാണ്. ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പുറത്ത് കെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പന്തലിന്റെ 4 കാലം പൊട്ടിയിട്ട് പലരുടെയും മേത്തി വീഴുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന രത്നമില്ലേ, അയാളുടെ തലയിൽ വലിയ മുറിയായിട്ടുണ്ട്. അയാളെ രക്ഷിക്കാൻ ഓരോരുത്തർ വരുമ്പോ അവൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് അയാള് ആ പെൺകുട്ടി ലീലയോട് ചെയ്ത ഒരു തെറ്റ്, ചതി അത് തുറന്നു പറയാണ്. ഒരിക്കൽ രത്നം കാറിൽ വരുമ്പോ നടന്നു പോയിക്കൊണ്ടിരുന്ന ലീലയുടെ കൈ പിടിച്ചിട്ട് ഒരുത്തൻ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. എന്നാൽ രത്നത്തിന്റെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടതല്ലേ, അത് കണ്ടപ്പോൾ സത്യം എന്താന്ന് പോലും അന്വേഷിക്കാതെ അയാള് നേരെ ലീലയുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ലീലയെ കുറിച്ച് പല കെട്ടുകഥയും പറഞ്ഞിട്ടുണ്ട്. നിന്റെ മോളെ കുറിച്ച് നിനക്കറിയോ, ഇന്ന് ഞാൻ കണ്ടതാ ഒരുത്തന്റെ കൂടെ കൈയും പിടിച്ച് ആടിപ്പാടി നടക്കുന്നത്. അപ്പോൾ ഹീറോയിനെ അന്ന് അടിക്കാനും അന്ന് രാത്രി അവളി കൊടുങ്കൈ ചെയ്യാനുള്ള കാരണം എന്താ, എന്തോ വല്ലാത്ത ദേഷ്യത്തില് നമ്മുടെ ലീലയുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നതല്ലേ, അന്ന് പ്രഷർ കൂടി വീട്ടിലേക്ക് വരാൻ കാരണം തന്നെ രത്നം പറഞ്ഞ ഈ കള്ളക്കഥ കേട്ടിട്ടാണ്. ഇന്നിപ്പോ ആ നാട് മുഴുവൻ സ്തംഭിച്ചു പോയ ഈ ഒരു ആപത്തിന് പിന്നില് രത്നം പറഞ്ഞ കള്ളക്കഥ എന്ന് ഉറപ്പായപ്പോ അങ്ങനെ എല്ലാ സത്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ലീലയുടെ ഏട്ടൻ അശോകിന്റെ ഫ്രണ്ട്സിലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരവർ ചെയ്ത തെറ്റുകൾ തുറന്നു പറയുന്നുണ്ട്. അവൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തുറന്നു പറയാണ്ട് ഈ പ്രശ്നം തീരില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റില്ലേ ശില പണയം വെച്ചത്, അതും കൂടി എല്ലാവരോടും പറഞ്ഞാലോ. നമ്മളോട് ആ ഒരു ഐഡിയ പറഞ്ഞു തന്നെ ലീലയുടെ ഏട്ടനല്ലേ, അപ്പോൾ ആരാണോ അതിന് തുടക്കം കുറിച്ചത് അവന്റെ വീട്ടിൽ തന്നെയല്ലേ ഈ ഒരു ആപത്ത് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ കൂടെ കൂട്ടുന്ന നമ്മുടെ വീട്ടിലേക്കായിരിക്കും ഇതുപോലെ ഓരോ പ്രശ്നം വരാൻ പോകുന്നത്. വേഗം തന്നെ ആ ഒരു ശില കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം. അതേ സമയത്ത് നമ്മുടെ ലീലയെ ഏതോ ഒരു പയ്യൻ കൈപിടിച്ച് വലിച്ച് ഉപദ്രവിക്കാൻ നോക്കുന്ന കണ്ടുവെന്ന് രത്നം സാക്ഷി പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അവനെ പോലീസ് ടീം അറസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ ചില സത്യങ്ങൾ പറയുന്നത്. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ലീലയോട് അവനൊരു ഇഷ്ടമുണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കാനും താല്പര്യമുണ്ടായിരുന്നു. അത് പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലീലയ്ക്ക് അവനെന്തോ ഇഷ്ടപ്പെടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ അവളെ ടോർച്ചർ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ അവളെ ഫോഴ്സ് ചെയ്ത് കൈപിടിച്ച് വലിക്കുന്ന കാഴ്ചയാണ് അന്ന് രത്നം കാറിൽ പോകുമ്പോൾ കണ്ടതും. അന്ന് നമ്മുടെ ലീലയിലെ അവന്റെ കാരണത്തൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീലയുടെ ഫ്രണ്ട് സ്വാതി പറയുന്നുണ്ട്, അന്നേ ഞാൻ ലീലയോട് പറഞ്ഞതാ ഇവന്റെ ശല്യത്തെക്കുറിച്ച് വീട്ടിൽ പറയാനേ, എന്നാൽ അവൾ അതും ചെയ്തില്ല. അവസാനം ഇങ്ങനൊരു അവസ്ഥക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ലീലയുടെ അമ്മ തരിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോഴാണ് റാണി പറയുന്നത്, ഇതുപോലെ പല പ്രശ്നത്തെയും അവൾ ഒറ്റയ്ക്ക്
നേരിടാറുണ്ട്. അവളെ കൈപിടിച്ചൊരുത്തിന്റെ മുഖത്തോളം അടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും ചെറിയൊരു വഴക്കിനെ മനസ്സ് തകർന്ന് അവള് ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഇതിന്റെ പിന്നിലെ വേറെ എന്തോ രഹസ്യമുള്ളവർ തോന്നില്ലേ? അതേ തോട്ട് തന്നെയാണ് നമ്മുടെ പോലീസ് ടീമിനുള്ളത്. അങ്ങനെ പോലീസ് ടീം നമ്മുടെ ലേലിയുടെ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ അവസാനം മരണപ്പെടുന്നതിന് മുൻപ് അവള് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതാണ്. അങ്ങനെ ആ ഒരു നമ്പർ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അതിന്റെ ഓണറിന്റെ പേര് അൻപ് എന്നാണ്. അൻപ് എന്ന് കേട്ടപ്പോൾ പല ആളുകൾക്കും അവനെ അറിയാൻ തോന്നുന്നുണ്ട്. ലേലിയുടെ ഏട്ടനും ഫ്രണ്ട്സും അവനെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ പോലീസ് ടീം പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് അവന്റെ മേത്ത് കൈവച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങളും കൂടെ വരാം. അങ്ങനെ അവരെല്ലാവരും അൻപിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അൻപ് വീട്ടിലില്ല. അപ്പോൾ അവൻ എവിടെയായിരിക്കും? വീടിന്റെ അരികിലും പല സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴാണ് അവസാനം മനസ്സിലാവുന്നത് അൻപിനെ അവന്റെ അച്ഛൻ തന്നെ ഒരു സ്ഥലത്ത് പൂട്ടി വെച്ചതാണ്. അപ്പോ അയാൾ ആരാ നോക്കുമ്പോൾ കഥയുടെ ആരംഭത്തില് ആ ഉത്സവ ചടങ്ങ് നടത്താൻ ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഡിലേ ആക്കരുതെന്ന് അയാളുടെ മകൻ തന്നെയാണ് നമ്മുടെ അൻപ്. അൻപിന്റെ അച്ഛൻ പറയുന്നത്, നമ്മൾ കീഴ് ജാതിക്കാരല്ലേ, എന്നിട്ട് ഉയർന്ന ജാതിയിലെ ഗ്രാമത്തലവന്റെ മകള് ലീലയെ നീ പ്രണയിച്ചതും പോരാതെ അവളിപ്പോ മരണപ്പെട്ടിട്ട് അങ്ങോട്ട് നീ പോണെന്ന് പറയാ, അവിടെ പോയാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഭയന്നിട്ടാണ് അൻപിനെ അടച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ശരിക്ക് ഈ അൻപ് ആരാന്ന് വെച്ചാല് നമ്മുടെ ലീലയുടെ കാമുകനാണ്. കുറെ നാളായിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇവർ രണ്ടുപേരും ആരും കാണാതെ രാത്രി മീറ്റ് ചെയ്തപ്പോൾ ലീലയുടെ ആസ്മയുടെ പ്രശ്നം വരികയാണ്. അതിൽ വല്ലാതെ ഭയന്നിട്ട് നമ്മുടെ അൻപില്ലേ അവളെ കൂടെയിരുത്തി കയ്യും കാലൊക്കെ ചൂടാക്കി അവളെ നല്ല കെയറിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലീല പറയുന്നത്, ജീവിതകാലം മുഴുവന് ഇതുപോലെ വിന്റർ സീസണും അതുപോലെ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ വയ്യാതാവുകയും ചെയ്താലോ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോവാ. കാരണം എപ്പോഴും സ്നേഹത്തോടെ കെയറിങ്ങോടെ എന്റെ അരികിലെ നീ ഉണ്ടാവില്ലേ. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ പ്രണയം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അൻപ് വളരെ ഹാപ്പി ആയിട്ട് ലീലയുടെ അരികിലേക്ക് വരുന്നത്. അതായത് അൻപിനൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ജോലിയാണ്, സ്വന്തം നാട്ടിൽ തന്നെയാണ് കിട്ടിയത്. എന്നാൽ ലീല കുറെ നാളായിട്ട് പറയുന്നത് അൻപിനോട് പുറത്ത് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജോലി ചെയ്യാനാണ്. എന്നാൽ അൻപിന് തന്റെ കുടുംബവും അച്ഛനും ഒന്നും വിട്ടിട്ട് പുറത്ത് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലിക്ക് ശ്രമിക്കുകയും അങ്ങനെ ജോലി കിട്ടുകയും ചെയ്തതാണ്. എന്നാൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കണ്ടപ്പോൾ ലീല പറയുന്നത്, അല്ല അൻപ്, നീ ഇത്രയും പഠിച്ചിട്ട് ഈ ചെറിയ ജോലിക്കാണ് നീ പോകുന്നത്, തൽക്കാലം ഈ ജോലിക്ക് നീ പോണ്ട, കുറച്ചുകൂടി നല്ലൊരു ജോലി നീ തേടി നോക്കി കിട്ടും. എന്നാൽ അൻപാണെങ്കിൽ എല്ലാ ജോലിക്കും അതിന്റെ മഹത്വമില്ലേ, എനിക്കതിൽ ഒരു പ്രശ്നവും തോന്നില്ല. പിന്നെ നല്ല ജോലി ഭാവിയിൽ കിട്ടില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലെ ലീലയും അൻപുമായിട്ട് വാക്കാവാണ്. രണ്ടുപേരും പിണങ്ങിയിട്ടാണ് അന്ന് പിരിഞ്ഞത്. എന്നാൽ പ്രസന്റിലെ ലീല തന്നെ വിട്ടുപോയതറിഞ്ഞ് സഹിക്കാൻ പറ്റാതെ അൻപ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെ കാണുമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവിടെ കൂടി ജനങ്ങളൊക്കെ അവളുടെ മരണത്തിന് കാരണം അൻപാണെന്ന് കരുതി അവന്റെ മേലെ കൈവെക്കാൻ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവളെ കാണാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അവരുടെ ഇടയിലൂടെ ലീലയുടെ അരികിലേക്ക് പോവാണ്. അങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ലീലയെ കണ്ടിട്ട് അൻപിന് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കാലിൽ വീണിട്ട് അവളുടെ ഈ ഒരു അവസ്ഥയിൽ മനന്നൊന്ത് അവൻ വല്ലാതെ വിതിമ്പി കരയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് പോലീസ് കണ്ടെത്തിയിരുന്നില്ലേ ലീല അവള് മരണപ്പെടുന്നതിന് കുറച്ചു മുൻപ് അൻപിനെ വിളിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ രാത്രി വീട്ടിലെ പ്രശ്നത്തിന്റെ ഇടയിൽ അച്ഛന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്കൊരു സംശയം തോന്നിയിരുന്നു. അൻപ്, എനിക്ക് തോന്നുന്നത് അച്ഛന് നമ്മൾ രണ്ടുപേരും പ്രണയിക്കുന്ന കാര്യം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ അച്ഛൻ എന്നെ നോവിച്ചിട്ടില്ല, എന്നാൽ ഇന്നാണെങ്കിലേ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. അല്ല അൻപേ, നിന്റെ പ്ലാൻ എന്താ? എന്ത് പ്ലാനെന്ന്? നീ എന്നോട് പറഞ്ഞത് ആ ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ലേ? എന്നാൽ എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എനിക്ക് അറിയുന്നല്ലേ. ഞാനിന്ന് ജോലിക്ക് പോയി വന്നപ്പോൾ എന്റെ അച്ഛന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. എന്റെ കുടുംബത്തെയും വിട്ടിട്ട് അച്ഛനെയും പറ്റിച്ച് ഒരു ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ ജോലിയിൽ എനിക്ക് ഹാപ്പിയാണ്, ഞാൻ എന്തായാലും ജോലിക്ക് പോകും. എന്നാൽ ലീലയാണെങ്കിലേ നിനക്ക് എന്നെക്കാളും വലുത് ജോലിയാണെങ്കിലേ നീ പൊയ്ക്കോന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ്. അത് ഓർത്തിട്ട് പ്രസിഡന്റിലെ അൻപ് വല്ലാതെ സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ ചിലപ്പോൾ ലീലയ്ക്ക് തന്റെ കാമുകനായിരുന്ന അൻപിനെ കാണാത്തതുകൊണ്ടായിരിക്കാം അവളോട് അനങ്ങാത്തെന്ന് കരുതിയിട്ട് ഇപ്പൊ അവൻ വന്നില്ലേ അങ്ങനെ ബോഡി എടുക്കാൻ നോക്കുമ്പോൾ എന്നിട്ടും ബോഡി അനങ്ങുന്നില്ല. ചുമരിലങ്ങനെ നിൽക്കുന്ന അവളുടെ ബോഡി ഒരു കയറെടുത്ത് വലിച്ചു നോക്കുന്നുണ്ട്. ആ കയറ് പൊട്ടിപ്പോന്നല്ലാതെ ഒരു ഇഞ്ച് ആ ബോഡി നീങ്ങില്ലെന്ന വാശിയിൽ തന്നെയാണ്. അപ്പോഴാണ് ആ ഒരു റൂമിനെ കുറിച്ച് ആ മുത്തശ്ശി ഒരു രഹസ്യം പറയുന്നത്. എന്റെ അനിയത്തിയായിരുന്നു കണ്ണമ്മ. അവളും ഞാനും ഒരിക്കൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരായി. അവസാനം അവൾ എന്നോട് ദേഷ്യപ്പെട്ട് ആ റൂമിൽ കയറിയ വാതിലടച്ച്. പിന്നീട് വാതിൽ തുറന്നപ്പോ എന്റെ മോള് ലീലയെ പോലെ തന്നെ കണ്ണമ്മയും അവള് ജീവൻ ഒടുക്കിയതായിരുന്നു. അവള് മരണപ്പെട്ട ശേഷം അവളുടെ ഓർമ്മയിലുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് കത്തിച്ചു കളഞ്ഞെങ്കിലും അവളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവളുടെ ഒരു സാരി ഞാൻ എടുത്തു വെച്ചിരുന്നു. ആ സാരി ഇപ്പോഴും ആ റൂമിൽ തന്നെയുണ്ട്. അന്ന് ഞാൻ അവളെ ചീത്ത പറഞ്ഞിട്ടല്ലേ അവളെ ജീവൻ ഇല്ലാതാക്കിയ. അപ്പോ അവളുടെ ശാപം ഈ വീടിന് ഏൽക്കാതിരിക്കാനാണ് ആ റൂമിന്റെ വാതിലടക്കം ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് ലീല വാശി പിടിച്ചിട്ടാണ് ആ റൂം തുറപ്പിച്ച്. അന്നേ ഞാൻ കരുതിയതാ അനർത്ഥം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തില്ലേ. അവളെ കണ്ണമ്മ അവളുടെ കൂടെ കൊണ്ടുപോയില്ലേ. ഇനി ആ ഒരു പുടവെടുത്ത് ലീലയെ അണിയിക്കട്ടെ. അങ്ങനെ ആ പുടവ കണ്ടുപിടിച്ച് ലീലയുടെ ശരീരത്തിൽ പുതയ്ക്കാണ്. അങ്ങനെ ആ ഒരു മുത്തശ്ശി മനസ്സിൽ ഒളിപ്പിച്ച ആ സത്യവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ലീലയിലൂടെ ഇനി കണ്ണമ്മയാണെങ്കിലോ ആ സത്യം പറയാൻ പറയുന്നത്. അതിനുശേഷം വീണ്ടും അവര് കയറ് കെട്ടിയിട്ട് വലിച്ചു നോക്കുകയാണ്. എന്നിട്ടും ഒരു മാറ്റില്ല, അനങ്ങാതെ ആ കയറ് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്യാപ്പില് നമ്മുടെ ലീലയുടെ ഏട്ടനില്ലേ ആ റൂമിലല്ലേ അമ്പലത്തിലെ ശില ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, അതെടുക്കാൻ പോവാണ്. എന്നാൽ എടുത്തു വരുമ്പോ പ്രതീക്ഷിക്കാതെ കയ്യിൽ നിന്ന് ആ ശില താഴെ വീഴാണ്. ആ ഒരു
കാഴ്ച ഒരാൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗ്രാമത്തിലെ പലരും പറയുന്നത് ലീല ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അവളുടെ കാമുകൻ അൻപ് തന്നെയായിരിക്കുന്നതാണ്. അങ്ങനെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ നേരെ ലീലയുടെ ഏട്ടൻ അശോകിന്റെ കോളറിൽ കൈവയ്ക്കാണ്. അപ്പോഴാണ് വേറെ ലെവല് ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് അന്ന് രാത്രി വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ലീലയ്ക്ക് അടി കിട്ടിയില്ലേ. അങ്ങനെ സങ്കടത്തില് റൂമിലെത്തി അൻപിനെ ഫോൺ വിളിച്ച് ജോലിയുടെ കാര്യം പറഞ്ഞ് സംസാരിച്ച് അവിടെയും ആർഗ്യുമെന്റ് ആയില്ലേ. അപ്പോഴാണ് ആ റൂമിലേക്ക് ലീലയുടെ ഏട്ടൻ വരുന്നത്. അങ്ങേർക്ക് ലീലയുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് അൻപിനോട് പ്രണയം തോന്നുന്നതിൽ കുറ്റമൊന്നുമില്ല, ഈ പ്രായത്തിൽ ഇതൊക്കെ തോന്നും, എന്നാല് അവനെ കല്യാണം കഴിക്കാന്നുള്ള ഒരാഗ്രഹവും വേണ്ട. ഈ ചിന്ത ഇവിടത്തോടെ നിർത്തിക്കോ, ഇനി മേലില് അവനെ കാണാൻ പോലും പോരുത്. അത് കേട്ടപ്പോ ലീല എനിക്ക് അങ്ങനെ അവനെ മറക്കാൻ പറ്റില്ല, ഇത് എന്റെ ജീവിതല്ലേ. അത് കേട്ടപ്പോ അവളുടെ ഏട്ടൻ അശോകിന് ദേഷ്യം വന്നിട്ട് ഇത് നീയും ഞാനും തീരുമാനിച്ചു കഴിഞ്ഞാല് മാറ്റം വരുന്നതല്ല. നമ്മുടെ കുടുംബത്തില് ഇങ്ങനെയൊന്നും സംഭവിച്ചാല് ഗ്രാമത്തലവനായിട്ടുള്ള നമ്മുടെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റോ? നാട്ടിലെല്ലാവരും ഇത് മാതൃരാക്കില്ലേ. പ്രണയിക്കുമ്പോ സ്വന്തം ജാതിയിൽ ഒരാളെങ്കിലും നോക്കി പ്രണയിക്കണടി. അത് കേട്ടപ്പോ ലീലയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് അല്ല അശോക്, നിന്നെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് നീ കരുതിയിട്ടുള്ള 5 വർഷത്തിന് മുൻപ് നീ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നില്ലേ. എന്നാല് അവളോട് കളവും പറഞ്ഞ് അവളെ നീ ചതിച്ചാലടാ. ആ സങ്കടം സഹിക്കാൻ പറ്റാതെ അവൾ പോയിസൺ കഴിച്ച് മരണപ്പെട്ട കാര്യം നീ അറിഞ്ഞിരുന്നില്ലേ. ആ ഒരു പെൺകുട്ടിയും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലെന്നാ നീ കരുതിയിട്ടുള്ള. ഈ സത്യമൊക്കെ ഞാൻ അറിഞ്ഞത് നിന്റെ കല്യാണത്തിന് ശേഷമാണ്. എന്നിട്ടും ഞാനൊന്നും പുറത്ത് പറയാത്ത എന്താണെന്നറിയോ? എന്റെ ചേച്ചിയമ്മ അവരെ ഒരാളെ മാത്രം ഓർത്തിട്ടാണ്. കാരണം അവരത്ര നല്ലൊരു സ്ത്രീയാണ്. അങ്ങനെ ഏട്ടനോട് കയർത്തോണ്ടിരുന്നപ്പോ വീണ്ടും നമ്മുടെ നായിക ലീലയ്ക്ക് ശ്വാസമുട്ടൽ ഏർപ്പെട്ടപ്പോ ഇനി എങ്ങാനും ഇവളീ സത്യം കുടുംബത്തോട് പറയുമെന്ന് ഭയന്നിട്ട് ലീലയ്ക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു ഇൻഹേലർ എടുക്കാന് അവളുടെ സ്വന്തം ഏട്ടൻ സമ്മതിച്ചില്ല. അതുമാത്രല്ല അവന്റെ കാല് വെച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ചതാണ്. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ ശ്വാസം മുട്ടിട്ടാണ് അവൾ മരണപ്പെട്ടു പോയത്. അവിടെ വെച്ച് തന്നെ അവൾ മരണപ്പെട്ടെന്ന് ഉറപ്പായപ്പോ അവൾ ആത്മഹത്യ ചെയ്ത പോലെ അവനൊരു സീന് ക്രിയേറ്റ് ചെയ്തിട്ട് അവളെ കെട്ടിത്തൂക്കിയതാണ്. അതല്ലാതെ ലീല അവൾ ആത്മഹത്യ ചെയ്തതല്ല. അങ്ങനെ സത്യങ്ങൾ റിവീൽ ചെയ്ത് പോലീസില്ലേ അശോകിനെ വിളിച്ചടിച്ച് കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. അതേ സമയത്ത് അശോക് അടിച്ചു മാറ്റിയ അമ്പലത്തിലെ കിരീടം കൊണ്ടുവന്നത് ഒരാളെ കണ്ടിരുന്നില്ലേ, അതിന്റെ പേരിലും പ്രശ്നം നടക്കുകയാണ്. അപ്പോ നമ്മുടെ ലീലയുടെ അമ്മയില്ലേ അവളുടെ അരികിൽ പോയിട്ട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട് എപ്പോഴും അമ്മ അരികിൽ വേണം എന്ന് നീ പറയാറില്ലേ, എന്നാല് നീ ലോകത്തുനിന്ന് വിട്ടുപോയപ്പോ അമ്മയെ കൂട്ടാതെ ഒറ്റക്ക് പോയി കളഞ്ഞില്ലേ. നിന്നെയും അവനെയും ഞാൻ എന്റെ ഈ വയറ്റിൽ തന്നെയല്ലേ പെറ്റേ. എന്നാല് അവസാനം അവനെ തനിക്കണം ഒരു നെറികെട്ട ആണിന്റെ സ്വഭാവം കാണിച്ചില്ലേ. ഇതുവരെ ഞാൻ കരുതിയിരുന്നത് നീ എന്നെ വിട്ടുപോയിന്നാ, എന്നാല് നീ ഇത്ര നേരം എന്നെ കാത്തിരിക്കുകയായിരുന്നു ഈ സത്യങ്ങളൊക്കെ എന്നെ അറിയിക്കാനെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായ. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അവര് നെഞ്ചുപൊട്ടി കരയാണ്. ഇതുവരെ വടി പോലെ അവിടെ ചുമരിൽ നിന്ന ലീലയുടെ ബോഡിയിലെ അങ്ങനെ തന്നെ സ്വന്തം അമ്മയുടെ മടിയില് ചെരിഞ്ഞു വീഴാണ്. അതിനുശേഷം ആളുകൾ വന്ന് ലീലയുടെ ബോഡി എടുക്കാൻ നോക്കുമ്പോൾ ഈസിയായിട്ട് തന്നെ അവർക്ക് പൊക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു മരണച്ചടങ്ങുകളും അവളുടെ ബോഡി അടക്കുകയും ചെയ്യാണ്. ഈ ഒരു കഥയുടെ തീമിലൂടെ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാല് പല സ്ത്രീകൾക്കും പല രഹസ്യങ്ങളും പുറത്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സത്യങ്ങളൊക്കെ ഒരിക്കൽ യമഗാഥയ്ക്കായി പുറത്തു വരുന്നതാണ്. ഇതോടുകൂടി ഈ കഥയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളോടെ വ്യത്യസ്തമായ ഒരു തീമിൽ പറഞ്ഞ് എൻഗേജ് ചെയ്ത അടിപൊളി ഒരു കഥയായിരുന്നില്ലേ. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങളുടെ പേരും അതുപോലെ നാടും എവിടെയാണെന്ന് കൂടി പറഞ്ഞാൽ എവിടെ നിൽക്കുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാലോ. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല. മറ്റൊരു കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.